കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനറിൽ അതൃപ്തി അറിയിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സവർക്കർ എങ്ങനെയാണ് രാജ്യശത്രുവാകുന്നതെന്നും ശരിയായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ഗവർണർ പറഞ്ഞു. I was just reading a banner there now. We need a chancellor and not Savarkar. I don't know what thinking is this. What sort of thinking is this? Was a Savarkar enemy of this country? What we need, we do not understand. We said we need a Savarkar. We need Chancellor. Chancellor is here with you. You do now whatever you want to do with the Chancellor. But what bad things Savarkar has done? If you go through his educational thinking, you will understand what he has given to this society. KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ, ഗാന്ധിവധത്തിലടക്കം സവർക്കറുടെ പങ്ക് അക്കമിട്ട് നിർത്തുന്നുണ്ട് കപൂർ കമ്മീഷൻ. അങ്ങനെ ഒരാളെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഈ നിലയിൽ പ്രകീർത്തിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. ഗവർണറായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്നത്. ചാൻസലർ എത്തുന്നത് അറിഞ്ഞ് SFI പ്രവർത്തകർ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ ബാനർ സ്ഥാപിച്ചിരുന്നു. വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നെഴുതിയ ബാനറാണ് സ്ഥാപിച്ചിരുന്നത്. കവാടത്തിന് മുൻപിൽ കെട്ടിയ ബാനറുകളെല്ലാം തന്നെ പോലീസ് രാത്രിയും രാവിലെയുമായി അഴിപ്പിച്ചിരുന്നു. പക്ഷേ ഈ യോഗം നടക്കുന്ന സെനറ്റ് ഹാളിന് സമീപത്തെ ബാനർ അഴിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഈ ബാനറാണ് ഗവർണർ നേരിട്ട് കണ്ടത്. ഇതിലെ അതൃപ്തിയാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ സവർക്കർ രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം, ചാൻസലർ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് തുടങ്ങി അതോടൊപ്പം തന്നെ സവർക്കറുടെ പുകഴ്ത്തിയുള്ള നിരവധി വാക്കുകൾ അദ്ദേഹം ആ പ്രസംഗത്തിലുടനീളം നടത്തുന്നുണ്ട്. വീണ്ടും ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷവും SFI പ്രവർത്തകരോട് ഈ ബാനർ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് മാറ്റാതെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് SFI പ്രവർത്തകർ മടങ്ങിയത്. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.